ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട അനുഭവമാണ് ഞാൻ നിങ്ങളോടും പറയുമ്പോൾ. ഞാൻ വേദിയിൽ ഇരിക്കുകയായിരുന്നു. ആ വേദിയിൽ നമ്മളുടെ KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ 9 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അടുത്തത് പ്രതിപക്ഷ നേതാവ് എടുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ. വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു, കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. അപ്പോൾ അതോടെ ഈ വേദിയിൽ നടക്കുന്നതൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചിട്ട് 18 ടിയർ ഗ്യാസ് ഷെൽ അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ DGP പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ഒരു പ്രോവക്കേഷനും ഉണ്ടാവാതെ പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുണ്ടായിരുന്നു മെഗഫോൺ വഴിക്ക്. അതൊന്നും ചെയ്തില്ല. കാരണം പ്രോവക്കേഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെ വാർണിംഗ് കൊടുക്കും? ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്കായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ. ഞാനത് DGPയോട് പറഞ്ഞു. അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എപ്പോൾ എടുക്കും, എന്തായിരിക്കും കാരണം, നമുക്ക് നിങ്ങൾ തന്നെ മാധ്യമക്കാരെ കണ്ടുപിടിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? ഒരു പ്രോവക്കേഷൻ ഇല്ലാതെ, ഒരു വാർണിംഗ് ഇല്ലാതെ, ഒരു ലോ ബാഡിങ്, അത് എല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഈ റാലി നടത്തിയത്. വേദി കെട്ടിയതും കൂടി അങ്ങനെ ഒരു രീതിയിലാണ്, ആരും മുദ്രവയ്ക്കാതിരിക്കാൻ ഒരു വഴിയിൽ. ഈ പാതിയിൽ എല്ലാവരും നിന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക? ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്നു, ഇത് ആരുടെ ഓർഡേഴ്സിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാരണമില്ലാതെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ ഫയർ ചെയ്യാൻ, അതോ എല്ലാം വെച്ച് സ്ട്രോങ്സ്റ്റ് ടിയർ ഗ്യാസ് ആയിരുന്നു. നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കൂടി ഞങ്ങളുടെ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയും ഒക്കെ എരിയാണ് ഇപ്പോൾ കൂടി. ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ ഭരിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം? എന്താണത്? അവരെ എതിരിക്കാൻ പാടില്ല, അവരുടെ എതിര് സംസാരിക്കാൻ പാടില്ല, കരിങ്കോടി കാണിക്കാൻ പാടില്ല, അവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല, ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതി നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ വലിയ സീരിയസ് ആയ നടപടി എടുക്കണം. അതുമാത്രമല്ല, ഇതിൽ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ MP-മാരും MLA-മാരും അവരുടെ സ്വന്തം പാർലമെന്റിലും നിയമസഭയിലും പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഒരു പ്രൊട്ടസ്റ്റ് കൊടുക്കണം. ഇത് ഒരു ക്രൂരതയാണ് പോലീസ് കാണിച്ചത്. ഒരു ജനാധിപത്യ പ്രതിനിധികളുടെ അതിനും ആക്ഷൻ എടുക്കേണ്ടി വരും. ഈ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല. സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ഇൻഎക്സ്ക്യൂസിബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റ് കഴിഞ്ഞല്ലോ ഇപ്പോൾ, അതല്ല സംഗതി. അപ്പോൾ ഇനി അടുത്ത സെഷൻ വരുമ്പോഴേക്കും ഇത് 2 മാസം ഇനിയും ഉണ്ടാകും. പക്ഷെ ഞാൻ എന്തായാലും സ്പീക്കർക്ക് ഞാൻ എഴുതും. അത് എൻ്റെ ഒരു അവകാശമാണ് MP ആയിട്ട്. ഞാൻ മാത്രമല്ല, വേദിയിൽ എത്ര MP-മാർ ഇരിക്കുന്നുണ്ടായിരുന്നു? 4-5 MP-മാരുണ്ടായിരുന്നു വേദിയിൽ. അവരെല്ലാവർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട്. MLA-മാരുണ്ടായിരുന്നു, അവർക്ക് ഇവിടെ നിയമസഭയിൽ പറയാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഈ പാർലമെന്ററി പ്രിവിലേജ് ഒരു കാരണത്താണ് കൊടുത്തിരിക്കുന്ന ഭരണഘടന പ്രകാരം. പാർലമെന്ററി പ്രിവിലേജ് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് അവർ പ്രവർത്തനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇത് ഇങ്ങനെ ചെയ്യണത് വല്ല കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു കാരണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും മിണ്ടാണ്ടിരുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു സങ്കടമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ. എല്ലാവരും കേരളത്തിന് ജനാധിപത്യത്തിന് എത്രത്തോളം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി എന്താണ്?